ഒരു പേപ്പർ കൊണ്ട് ഇത്ര ഉപകാരം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. പേപ്പറും ഗ്ലൂവും സിസേഴ്സും ഉണ്ടെങ്കിൽ ഇതാ ആ കാണുന്ന സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ ലീവ്സ് നമുക്ക് ഉണ്ടാക്കാം. ഇത് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. നമ്മൾ ഇലയാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു ഗ്രീൻ ആയിട്ടുള്ള ഒരു A4 സൈസ് പേപ്പറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് പിന്നീട് ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. മൊത്തത്തിൽ 2 ഫോൾഡാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഗ്ലൂ കൊണ്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ലീഫിൻ്റെ സ്റ്റെമ്മാണ് നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഫോൾഡിങ് കഴിഞ്ഞ് 1 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ എത്രത്തോളം ആണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ടാണ് സ്റ്റെംസ് എത്ര വേണമെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 4 സ്റ്റെംസാണ് കട്ട് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പക്ഷേ ഇത്രയും വേണ്ടി വരില്ല. കുറച്ച് ആവശ്യം കൂടിപ്പോയതുകൊണ്ട് കുറച്ചധികം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഈ ഒരു ക്രാഫ്റ്റ് നമുക്ക് റൂം ഡെക്കറേഷനായിട്ടും ബൊക്കേക്കും അതുപോലെ സ്കൂളിലെ DIY പ്രൊജക്ട്സിനൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. സിമ്പിൾ പേപ്പർ ഉപയോഗിച്ച് ഇങ്ങനെ എസ്തെറ്റിക് ആയിട്ടുള്ള ഡെക്കറേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലേ. നെക്സ്റ്റ് ലീഫ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ കട്ട് ചെയ്തെടുക്കുക. അതിനെ പിന്നീട് 3 ഫോൾഡ് ചെയ്യും. ലീഫിനായിട്ട് ഞാൻ എടുത്ത റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ഫോൾഡ് ചെയ്യുമ്പോൾ കുറച്ചധികം ലെങ്ത്ത് ഉള്ള രീതിയിലാണ് പീസ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അത് 2 മുറിച്ചിട്ടാണ് ഇലയുടെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. എനിക്കിപ്പോൾ ആ ചെറിയ പീസിൽ നിന്ന് ഏകദേശം ഒരു 3 ഇല മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എത്രമാത്രം ഫോൾഡ് ചെയ്യുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് ലീവ്സിൻ്റെ എണ്ണം കൂട്ടാം. അപ്പോൾ സംഭവം ഇത്രയും സിമ്പിളായതുകൊണ്ട് നിങ്ങൾ വീട്ടിലൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്യില്ലേ. ലീവ്സിൻ്റെ ബ്രാഞ്ചസിന് വേണ്ടി നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തിരിക്കുന്ന മെയിൻ സ്റ്റെമ്മില്ലേ, ആ മെയിൻ സ്റ്റെമ്മിൽ തന്നെ 1 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി പണി എളുപ്പമാണ്. ആ കുഞ്ഞു ബ്രാഞ്ചസിനെ ഗ്ലൂ വെച്ചിട്ട് ഈ ഇലയിൽ അറ്റാച്ച് ചെയ്താൽ മതി. വിഷ്വൽസിൽ 2 ഇലകൾ എങ്ങനെ ഗ്ലൂ വെച്ചിട്ട് സെക്യൂർ ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ട്. നോർമലായിട്ട് നമ്മൾ ഇല സ്റ്റെമ്മിൽ ഒട്ടിച്ച ശേഷം സ്റ്റെമ്മും ഇലയും കൂടി വരുന്ന ആ ഭാഗം ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലീഫിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ടും. ഇപ്പോൾ തന്നെ ക്രാഫ്റ്റിൻ്റെ ലുക്ക് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അങ്ങനെ പടിപടിയായിട്ട് ഓരോ ലീവ്സും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ. അപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.